എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. പന്നിഫാമിൽ നിന്നുള്ള ദുർഗന്ധം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആരോപണം. ചലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ പന്നിഫാമിനെതിരെയാണ് സമീപവാസിയായ ജോഷി പടവിൽ രംഗത്ത് വന്നത്. എന്നാൽ പന്നിഫാം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫാം ഉടമ പറഞ്ഞു. ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ പന്നിഫാമിനെതിരെയാണ് സമീപവാസിയായ ജോഷി പടവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാരനായ ജോഷി പറയുന്നു. പന്നിഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. അതിനാൽ തന്നെ ദുർഗന്ധം ഒഴിവാക്കാനുള്ള നടപടി വേണമെന്നാണ് ജോഷിയുടെ ആവശ്യം. പന്നിഫാമിന് പിഴയിട്ടിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പിഴയല്ല തന്റെ ആവശ്യം, ദുർഗന്ധം ഒഴിവാക്കുകയാണെന്നും ജോഷി പറയുന്നു. ഞാൻ 27/9/2025 ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും HIക്കും ഞാനൊരു പരാതി കൊടുത്തായിരുന്നു. അപ്പം അവിടെ എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പന്നിഫാമുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ദുർഗന്ധം വളരെ രൂക്ഷമാണ്. അതിൽ നിന്നുള്ള വേസ്റ്റൊക്കെ ഒഴുകുന്നത് അടുത്തുള്ള തോട്ടിക്കടയും പുഴയിലോട്ടൊക്കെയാണത്. അത് ഞാൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ HI വന്ന് കണ്ടു, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആൾക്കാർ വന്ന് കണ്ടു, നിലമ്പൂർ പോലീസിൽ നിന്ന് വന്ന് കണ്ടു. ഇവർക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നിട്ടിപ്പം നടപടിയൊന്നും വന്നിട്ടില്ല. അവർക്ക് എന്തോ ഒരു ഫൈൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മണമോ ഈ തോട്ടിക്കട ഒഴുകുന്നോ ഇല്ലെങ്കിൽ അടുത്തുള്ള ആദിവാസി കോളനിക്കോ ഒന്നും ഇതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിന് നടപടി എടുക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അതേസമയം പന്നിഫാം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫാം ഉടമ ആഷ്ലിൻ തോളത്തിൽ പറഞ്ഞു. 2 ബയോഗ്യാസ് പ്ലാന്റും മലിനജലം ഫിൽട്ടർ ചെയ്ത് ടാങ്കിൽ ശേഖരിക്കുന്നതിനും പിന്നീട് അത് കൃഷികൾക്കും ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മലിനജലം ഒരു കാരണവശാലും പുറത്തേക്ക് ഒഴുക്കുന്നില്ല. എല്ലാ ദിവസവും പന്നിഫാം കഴുകി വൃത്തിയാക്കും. പ്ലാസ്റ്റിക് ഓരോ ആഴ്ചയും ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്നുമുണ്ട്. അതിനാൽ ബന്ധപ്പെട്ടവർക്ക് പന്നിഫാം സന്ദർശിക്കാമെന്നും ഇതിൽ എതിർപ്പില്ലെന്ന് ചാലിയാർ ആഷ്ലിൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവർ പറഞ്ഞ മാനദണ്ഡ പ്രകാരം 10 m³ 2 പ്ലാന്റും ബയോഗ്യാസ് പ്ലാന്റുകളും അതിൽ നിന്ന് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് 3 ടാങ്കിലേക്ക് ഫിൽട്ടർ ചെയ്ത് അതിനുശേഷം നമ്മളത് കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയുന്ന പോലെ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യം അഥവാ വന്നാൽ നമ്മുടെ ഹരിത കർമ്മസേനയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ വൃത്തിയായിട്ടും നീറ്റായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട് വാഷ് ചെയ്യുന്നതെല്ലാം കംപ്രസർ വെച്ചിട്ടാണ്, പ്രഷർ പമ്പ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ കംപ്രസറുണ്ട്, അതേപോലെ പിള്ളേർ, അതായത് ബ്രീഡിംഗ് ഫാമിൻ്റെ അവരുടെ ഇതുണ്ട്. പിന്നെ നമ്മൾ പൊല്യൂഷൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൾക്കാർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിപ്പോയതാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഹെൽത്തുകാർ വന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ പ്ലാന്റും അജൈവമാലിന്യം വളരെ വൃത്തിയായിട്ട് സംസ്കരിക്കുന്നുണ്ട്. ബാക്കി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ഹരിത കർമ്മസേനയ്ക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുമുണ്ട്. എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പ്ലാസ്റ്റിക്കൊക്കെ വരും. ആ പ്ലാസ്റ്റിക് മാലിന്യം അവർ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ട്. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള 6 ആദിവാസി കുടുംബങ്ങളാണ് എൻ്റെ സ്റ്റാഫുകൾ. അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവർ അടക്കം 7 പേരവിടെ സ്റ്റാഫുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നത്. ആഘോഷം
അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.